My humble salutations, everyone. I'm V.D. Sheila, retired teacher of English and Amrita Vidyalayam, and now dealing with value education classes and Bhagavad Gita. Today, the slogas of 39 and 40 of Sri Lalita Sahasranamam are offered to you, seeking Devi's blessings to everybody at the same time. All the seekers who are there looking for and seeking after Mata, Sri Mahadevi. Now I chant the sloga 39 and 40. Om Sri Ganesha Sharada Gurubhyo Nama. Om Sri Mahadevi Nama. Om Ajna Chakrandaralashtha Rudragranthi Vibhedini Sahasrarambujarudha Sudhasaraabhivarshini Tadillata Samaruchi Shatchakropari Samsthita Mahasakti Kundalini Bisatandu Taniyasi. I'll say the meaning bit. The first nama, Ajna Chakrandaralastha. May I speak in Malayalam because many are there. For Ajna Chakra means Ajnakrathinte Nalathil, in the center of it. Madhyathil sthiti cheyyunnaval Sri Mahadevi. Ajna Chakram. കുണ്ടലിനി ശക്തിയുടെ ഊർധ്വഗതിയെക്കുറിച്ചുള്ള സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആജ്ഞാചക്രം ഭ്രൂമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ആജ്ഞാചക്രം ജ്ഞാനലബ്ധിക്ക് പ്രധാനമാണ്. എല്ലാ അറിവുകളും ആ ചക്രം കടന്ന് സാധകന് ലഭ്യമാകുന്നു. ഈ ചക്രത്തിൽ രുദ്രരൂപിണി അല്ലെങ്കിൽ ഗുരുരൂപിണിയായി ദേവി വസിക്കുകയാണ്. അവിടെ ശിവന്റെ സ്ഥാനമാണ്. അങ്ങനെ മഹാദേവിയായി ആജ്ഞാചക്രാന്തരാളസ്ഥിതയായിട്ടിരിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ആജ്ഞാചക്രാന്തരാളസ്ഥായി നമ. അടുത്ത നാമം രുദ്രഗ്രന്ഥി വിഭേദിനി. രുദ്രഗ്രന്ഥിയെ ഭേദിക്കുന്നവൾ അല്ലെങ്കിൽ പിളർക്കുന്നവൾ. രുദ്രമൂർത്തിയായ ദേവി ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. സാധകന്റെ അറിവിന്റെ പരിപോഷണമാണ്. ഒപ്പം തന്നെ സംസാരവാസനയെ നശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദേവി താല്പര്യപ്പെടുന്നത്. ദേവിയുടെ സാന്നിധ്യം കൊണ്ട് സംസാരവാസനയെ ഇല്ലായ്മ ചെയ്യുകയാണ് പ്രത്യേകിച്ചും സാധകന്റെ. രുദ്രഗ്രന്ഥി വിഭേദിച്ച് കുണ്ടലിനി ശക്തി സഹസ്രാര പത്മത്തിൽ എത്തിച്ചേരുന്നു. അപ്പോ തുടക്കത്തില് മൂലാധാരം അവിടെ ഒരു പാമ്പിന്റെ പോലെ ചുറ്റി വളഞ്ഞ് വായിലേക്ക് തന്നെ വെച്ചുകൊണ്ട് ഉറക്കത്തിൽ ശയിക്കുന്ന ഒരു ദേവീ ശക്തിയായിട്ടാണ് കുണ്ടലിനി ശക്തിയെ പറയുന്നത്. ആ മൂലാധാരത്തിൽ നിന്നും സാധകന്റെ തപസ്സിലൂടെ സാധനയിലൂടെ ഉറച്ച നിഷ്ഠയിലൂടെ അവൻ സാവകാശം ആ ശക്തിയെ ഉണർത്തി കൊണ്ടുവരുമ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ എത്തുകയാണ്. സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപൂരക ചക്രത്തിൽ എത്തുന്നു. മണിപൂരകത്തിൽ നിന്ന് ഹൃദയഭാഗത്തിലുള്ള അനാഹത ചക്രത്തില് എത്തിച്ചേരുന്നു ശ്രീ മഹാദേവി ആയിട്ടുള്ള കുണ്ടലിനി ശക്തി. അനാഹത ചക്രത്തിൽ നിന്ന് വിശുദ്ധി, നമ്മളുടെ തൊണ്ടയുടെ ഭാഗം, ആ വിശുദ്ധി ചക്രത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും തീർച്ചയായിട്ടും സാധകന്റെ പരിശ്രമം മാത്രം പോരാ, ദേവിയുടെ കൃത്യമായ കാരുണ്യപൂർവമായ അനുഗ്രഹം കൊണ്ട് ആജ്ഞാചക്രത്തിലെത്തുന്നു. ആ ആജ്ഞാചക്രത്തിലെത്തിയ ആ മഹാദേവിയെ കുറിച്ചാണ് വാഗ്ദേവതമാര് നമുക്കിവിടെ സൂചന തരുന്നത്. തീർച്ചയായിട്ടും ദേവിയുടെ അനുഗ്രഹ കാരുണ്യ വർഷത്തിന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധി ആജ്ഞാചക്രം അവിടെ മംഗലപ്രദമായിട്ടുള്ള ദേവിയാണ് സ്ഥിതി ചെയ്യുന്നത്. രുദ്രന്റെ
ആസ്ഥാനമായതിനാൽ ഈ പേര് വന്നിട്ടുണ്ട്. പിന്നെ ദേവിക്ക് അഗ്നിഖണ്ഡം, സൂര്യഖണ്ഡം, ചന്ദ്രഖണ്ഡം എന്ന ഭാഗങ്ങളായിട്ട് ഒരു പ്രത്യേക പരാമർശമുണ്ട്. അവിടെ ബ്രഹ്മഗ്രന്ഥി അഗ്നിഖണ്ഡത്തിലാണ്, വിഷ്ണുഗ്രന്ഥി സൂര്യഖണ്ഡത്തിലാണ്, രുദ്രഗ്രന്ഥി ചന്ദ്രഖണ്ഡം. അതാണ് ഈ വിശുദ്ധിക്ക് മുകളിലുള്ള ഭാഗമാണ്. അപ്പോൾ അത്ര വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പരിപൂർണമായ തപസ്സോടുകൂടി ആര് പരിശ്രമിക്കുന്നുവോ തീർച്ചയായിട്ടും അവർക്ക് ദേവിയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹം ലഭ്യമാണ്. ജ്ഞാനത്തിന്റെ പ്രവാഹമായി, ആനന്ദത്തിന്റെ പ്രവാഹമായി അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. അടുത്ത നാമം സഹസ്രാരാംബുജാരൂഢ. സഹസ്രാരാംബുജാരൂഢായൈ നമ എന്നുള്ളൊരു ഭാവം നമ്മൾ എടുക്കണം. ആജ്ഞാചക്രൻ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണർന്നു വരുന്നത് ശിരസില് ആ സഹസ്രാര പത്മം ആ ഭാഗത്ത് എത്തിച്ചേരുകയാണ്. അവിടെയാണ് ശിവനും ശിവയും യോജിക്കുന്നത്. അവരുടെ ഒത്തുചേരലാണ് അവിടെ. സഹസ്രാരാംബുജം പത്മമാണ് അവിടെ ഉള്ളത്. സഹസ്രദളത്തോടു കൂടിയ ആ പത്മത്തില് ദേവി മഹാദേവൻ അധിവസിക്കുന്നു. അവിടെ ദേവി ഇങ്ങനെ ഉയർന്നുയർന്നുയർന്ന് സാധകന്റെ പരിശ്രമം ദേവി അനുഗ്രഹത്തോടു കൂടി ഫലപ്രാപ്തിയിൽ നൽകുകയാണ്. അങ്ങനെ ശിവയും ശിവനും ഒത്തുചേരുന്ന ആനന്ദ വർഷം സംഭവിക്കുന്ന ആ സഹസ്രാരം അംബുജത്തില് താമര പൂവില് ആരൂഢയായിരിക്കുകയാണ്, വിരാജിക്കുകയാണ് ദേവി. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ആജ്ഞാചക്രത്തിന് നേർമുകളിലാണ് ഈ ബ്രഹ്മരന്ധ്രം എന്നു പേരുള്ള സഹസ്രാര പത്മം. അവിടെ ശ്രീ മഹാദേവി വർത്തിക്കുന്നു. അങ്ങനെയുള്ള ആ ആനന്ദമൂർത്തിയായിട്ടുള്ള ദേവിക്ക് പ്രണാമം, സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ കുണ്ടലിനി രൂപമായ ദേവി ഷഡാധാരങ്ങളെയും ഭേദിച്ച് സഹസ്രാരത്തിലെത്തി ശിവശക്തി ഐക്യ രൂപിണിയായി മാറുന്നു. അപ്പോൾ ഓരോരോ സാധകന്റെയും ലക്ഷ്യം ശിവനും ശക്തിയുമായിട്ടുള്ള ചേർച്ചയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ജീവാത്മാവ് പരമാത്മാവായ ശിവനിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആര് പരിശ്രമിക്കുന്നുവോ ഒരു 10 ചുവട് എടുത്തു വെച്ചോ, തീർച്ചയായിട്ടും അമ്മ ദേവി നമ്മുടെ മുന്നിലേക്ക് 100 ചുവട് എടുത്തുകൊണ്ട് ഓടി ഓടി വന്ന് നമ്മളെ ആലിംഗനം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അങ്ങനെ ദേവിയും ദേവനും ശിവനും ശിവയും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാല് അവിടെ സംഭവിക്കുന്നത് അതാണ് അടുത്ത നാമം പറയുന്നത്. സുധാ സാരാഭി വർഷിണി. സുധ എന്ന് പറഞ്ഞാല് അമൃത്, സുധാസാരം. അപ്പൊ ഏറ്റവും എല്ലാറ്റിന്റെയും നിറമായിട്ടുള്ള ആനന്ദം, നിത്യാനന്ദം, ബ്രഹ്മാനന്ദം, അമൃത് വർഷിക്കുകയാണ്. ആ ധാരയെ, സുധയുടെ ധാരയെ, ഒഴുക്കിനെ അഭിവർഷിക്കുന്നവളാണ് ശ്രീ മഹാദേവി. വർഷിക്കുകയാണ്. ഭക്തനോട് കാരുണ്യാണ് അമ്മയ്ക്ക്. എത്രയാ നൽകേണ്ടത്, എങ്ങനെയാ നൽകേണ്ടത്, അങ്ങനെയുള്ള ഭാവത്തില് അഭിവർഷിക്കുന്ന, നല്ലവണ്ണം ഒഴുക്കി അനുഗ്രഹിക്കുകയാണ് അമ്മ. അപ്പോൾ ഷഡാധാര ചക്രങ്ങളെയും ആ പത്മങ്ങളെയും കടന്നുകൊണ്ട് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ചില തടസ്സങ്ങൾ എന്നാണ്. അതിനെ ക്രോസ് ചെയ്തുകൊണ്ട്, അതിനെ ഭേദിച്ചുകൊണ്ട് അത്രയ്ക്ക് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇങ്ങനെ പരിശ്രമിക്കുന്നത് ആരോ അവർക്ക് അമ്മ അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും. അത് അഭിജ്ഞര്, ആചാര്യന്മാര് ഉദ്ഘോഷിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളെ, അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അനുകരിക്കാം, പരിശ്രമിക്കാം. അപ്പോൾ ഉപാസകനെ പരമനിർവൃതിയിൽ എത്തിക്കുന്ന ഒരു ഭാവമാണിത്. എല്ലാ നാടികളുടെയും ആ മൂർത്തി ആയിട്ട്, എല്ലാറ്റിൻ്റെയും ഐശ്വര്യമൂർത്തിയായിട്ട് കുണ്ടലിനി ദേവി ഇതാ ഇവിടെ അമൃത് വർഷിക്കുകയാണ്. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. അടുത്ത നാമം തടില്ലത സമരുചി. തടില്ലത, തടില് എന്ന് പറയുമ്പോൾ തടില്ലത മിന്നൽ പിണര് എന്നാണ് പറയണത്. മിന്നൽ പിണര് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ. വളരെ നേർത്തതാണ്, വളരെ നേർത്ത എന്നാൽ പ്രകാശം വർഷിക്കുന്ന ജ്യോതി സ്വരൂപമാണ് അമ്മ. ഏതുപോലെയാണ്? തടില്ലത, അതിന് സമമായിട്ട് തടില്ലത, മിന്നൽ പിണരിന് തുല്യമായ രുചി. രുചി എന്ന് പറഞ്ഞാൽ പ്രകാശം, ലാവണ്യം, ശോഭ.
അപ്പൊ അമ്മയുടെ ശോഭ എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് നാമങ്ങളിൽ കണ്ടു. ആനന്ദമൂർത്തിയായിട്ട് സുവർണ വർണ്ണത്തില് ശോഭിക്കുന്ന ദേവി. പക്ഷെ അത് നിമിഷമാത്രം കൊണ്ട് മറഞ്ഞു പോവുകയാണ് ഭക്തന്. ആ വർണ്ണത്തിന്റെ ആ ഒരു തേജസ്സാണ് ഇവിടെ പറയുന്നത്. മിന്നൽ പിണരിന് സമം ആയിട്ടുള്ള ലാവണ്യാണ്, നേർത്തതാണ്, അല്ലാതെ വല്ലാത്ത വിപുലമായിട്ട് മഹിമ ഭാവമൊന്നുമല്ല. അങ്ങനെയുള്ള ശോഭയോട് കൂടിയവൾ അമ്മ, മിന്നൽ പിണരിന് തുല്യമായ ശോഭയുള്ളവൾ ശ്രീ മഹാദേവി. ഇതിനർത്ഥം അതികൃശ ശരീരിണി. അതികൃശാണ്, നേർത്ത ശരീരാണ്. തടില്ലതയോട് തുല്യമായ പ്രകാശത്തോടു കൂടിയവൾ അമ്മ, അല്ലെങ്കിൽ മിന്നൽ പിണരിന്റെ കാന്തിയോട് കൂടിയവൾ അമ്മ. അപ്പോ ശക്തി ദേവിയെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ അഥവാ കണ്ടാൽ തന്നെ അർദ്ധനിമിഷം അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ കണ്ണടക്കുകയാണ്. ക്ഷേത്രത്തിൽ പോയി നമ്മൾ തൊഴുന്ന സമയത്ത് ആ തേജോ രൂപം കാണുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കി നിൽക്കുകയല്ല ചെയ്യുക. അറിഞ്ഞോ അറിയാതോ നമ്മൾ കണ്ണടച്ചു പോകണം. കാരണം നമ്മുടെ ഉള്ളിലേക്ക് അത് അമ്മ അരുളി തരുകയാണ് ചെയ്യുന്നത്. മഹാശക്തി അത്രയ്ക്ക് കാരുണ്യത്തോടു കൂടി ഭക്ത മനസ്സിൽ നിറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് മറ്റൊന്നും ഇല്ലാതെ സംശുദ്ധമായി, പറയുമല്ലോ, എംറ്റി ബൗളായിരിക്കണം എന്നാ പറയുക. അവിടേക്ക് കാരുണ്യം ഒഴുകിയെത്തുള്ളൂ. ഇനി മഹാദേവിയുടെ ശോഭയെക്കുറിച്ച് എങ്ങനെയെല്ലാമാണ് വർണ്ണിക്കേണ്ടത് എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയുള്ള മഹാ തേജസ്വിയായിട്ടുള്ള മഹാസുന്ദരിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. അടുത്ത നാമം ഷഡ്ചക്രോപരി സംസ്ഥിത. പറഞ്ഞുല്ലോ, 6 ആധാരങ്ങള്, 6 ചക്രങ്ങള്, 6. അപ്പോൾ ഷഡ് എന്ന് പറഞ്ഞാൽ 6ആണല്ലോ. അപ്പോൾ ഷഡാധാരങ്ങൾക്കും ഉപരിയായി മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി നമ്മളിവിടെ ആജ്ഞാചക്രവും ഭേദിച്ച് പറയുമ്പോൾ എളുപ്പമാണ് കേട്ടോ. എളുപ്പമൊന്നുമല്ല. അത് വളരെ ശ്രദ്ധയോടെ കഠിനാധ്വാനത്തില്, തപശ്ചര്യയില്, നിഷ്ഠയില്, ഒപ്പം ദേവിയുടെ കാരുണ്യ വർഷത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ആദ്യം ബോധ്യം ഉണ്ടാവണം. അപ്പോൾ ആ ഷഡാധാരങ്ങളെയും കടന്നുകൊണ്ട്, അപ്പോൾ ഷഡാധാരങ്ങൾക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്നവളാണ് അമ്മ. അത് നമ്മൾ കണ്ടു. സഹസ്രാര പത്മത്തിൽ അമ്മ അധിവസിക്കുകയാണ്. അവിടെ അമ്മ മാത്രമല്ല, ശിവനും ശിവയും ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ചക്രോപരി സംസ്ഥിത, പത്മത്തിന്റെ കർണികയിലാണ്. പത്മത്തിന്റെ 1000 ഇതിലുള്ള താമരപ്പൂവിന്റെ മധ്യത്തില്, അതാണ് കർണിക. സ്വപത്നിയായ ശിവനുമായി വിഹരിക്കുന്നവളാണ് ശ്രീ മഹാദേവി. ചിന്തിക്കണം, മൂലാധാര പത്മത്തില് ദേവി സുഷുപ്തിയിലാണ്. എന്നാൽ പരിശ്രമം കൊണ്ട്, സാധകന്റെ പരിശ്രമം കൊണ്ട് മഹത്തായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ആനന്ദം അമ്മ അരുളി ചെയ്യുന്നു എന്നുള്ളൊരു വാഗ്ദാനവും അനുഗ്രഹവുമാണ് ഇവിടെ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമ. അടുത്ത നാമം മഹാശക്തി. മഹാശക്തി, മഹാ എന്ന് പറയുമ്പോ അടുത്ത നാമം മഹാശക്തി. മഹത്തിൽ ശക്തിയുള്ളവൾ എന്നാണ് അർത്ഥം. മഹം എന്ന് പറഞ്ഞാൽ ഉത്സവം. മഹം എന്ന് പറഞ്ഞാൽ ഉത്സവം. അപ്പോൾ അമ്മയ്ക്ക് ആസക്തിയുള്ളത്, അല്ലെങ്കിൽ അഭിരുചിയുള്ളത്, താല്പര്യമുള്ളത് ഉത്സവത്തിലാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ ഉണർവാണ്. അത് തേജസ്സില് വന്യമയമായിട്ടുള്ള അഗ്നിഭാവത്തില്, അഗ്നിപ്രഭാവത്തില്, തേജസ്സില് ആസക്തിയുള്ളവളാണ് ശ്രീ മഹാദേവി. അറിവ് തേജസ്സാണ്, ആരാധന തേജസ് തരുന്നതാണ്. അപ്പൊ തീർച്ചയായും ആന്തരികമായും ബാഹ്യമായും ഭക്തന്മാര് പൂജകള്, അനുഷ്ഠാനങ്ങള്, സാധനകള് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ആ സാധനകള് തേജസ് ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് തേജസ്? അമ്മയാണ് തേജസ്. അപ്പൊ അമ്മയെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം ഉപാസനകള്, സമർപ്പണങ്ങള് എല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ള സമർപ്പണങ്ങളില്, അങ്ങനെയുള്ള പ്രാർത്ഥനയില് അമ്മ പ്രീതയാണ്. അമ്മയ്ക്ക് പ്രത്യേക അഭിരുചിയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് മഹാശക്തി. ഇവിടെ വിസർഗണ്ട്. യാഗം ചെയ്യുന്നു, ഹോമം ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, ഇതെല്ലാം
മഹം എന്ന ശബ്ദത്തിന് അർത്ഥം വരുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രഭാവം ആർന്ന് ഏറ്റവും കീർത്തിമത്തായി വിരാജിക്കുന്ന മഹാശക്തി തേജസ് തന്നെയാണ്, വന്യാണ്, അറിവാണ്, അഗ്നിയാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. മഹാശക്തിയെ നമ. അടുത്ത നാമം കുണ്ടലിനി. കുണ്ടലിനി എന്ന് ഇവിടെ നാമം വാഗ്ദേവതമാര് നമുക്ക് നൽകിയിരിക്കുകയാണ്. കുണ്ടലിനി ശക്തി. കുണ്ടലിനി ശക്തി എങ്ങനെ എന്നുള്ളത് അനുഭവജ്ഞന്മാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വർണ്ണിക്കാനും പറ്റുള്ളൂ. പക്ഷേ ഓരോരോ സങ്കല്പങ്ങള്, ഓരോരോ ഭാവനകള്, കേട്ടറിവ്, താല്പര്യം, സീക്കേഴ്സ്, അതല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് അമ്മ ഏതെങ്കിലും തരത്തില് ചില സൂചനകളോ ഭാവനകളോ നൽകാതിരിക്കില്ല. അപ്പോ മിന്നൽ പിണരു പോലെ പ്രകാശിക്കുന്ന ഒരു, എന്നാൽ പറയുന്നു താമരനൂല് പോലെ നേർത്തതാണ്, താമരനൂലിന്റെ ആകൃതിയിലുള്ളതാണ്, സർപ്പരൂപിണിയാണ്. അങ്ങനെ കുണ്ടലിനി ശക്തി അത് അമ്മ തന്നെയാണ് എന്നാണ് ആചാര്യന്മാര് പറയുന്നത്, അനുഭവസ്ഥര് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും കുണ്ടലിനി എന്ന് കേൾക്കുമ്പോൾ അത് അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ പ്രഭാവം എന്ന് ഉൾക്കൊള്ളാം. മൂലാധാരത്തില് പറയാണ് 3.5 ചുറ്റായിട്ട് ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയാണ്. അപ്പൊ തമസില് ആണ്ടുകൊണ്ട് ലക്ഷ്യബോധമില്ലാതെ ആരാണോ ഇങ്ങനെ മയങ്ങിക്കിടക്കുന്നത്, അപ്പൊ 3.5 ചുറ്റ് വലുപ്പത്തിലുള്ള ഒരു സർപ്പിണിയാണ് എന്ന് പറയുന്നു. അപ്പൊ അത് ജീവശക്തിയാണ് എന്നാ പറയുന്നത്. ഈ സർപ്പിണി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ തന്നെ, അല്ലെങ്കിൽ ഓരോ ശരീരത്തിന്റെയും തന്നെ ജീവശക്തിയാണ്. ജീവശക്തിയുടെ പ്രത്യക്ഷ രൂപമാണ് കുണ്ടലിനി ശക്തി. അത് പ്രാണന്റെ തേജസ്സാണ് എന്ന് പറയുന്നു. കുണ്ടലിനി ശക്തിയാണ് മഹാദേവി. അങ്ങനെയുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം കുണ്ടലിന്യേ നമ. ഒരു നാമം കൂടിയാണ് പറയാനുള്ളത്. ബിസതന്തു തനീയസി. ബിസതന്തു തനീയസി. താമര വളയം പോലെ, അല്ലെങ്കിൽ താമര തണ്ട് പോലെ, അല്ലെങ്കിൽ താമരയുടെ നേർത്ത നൂല് പോലെ കൃശമായിരിക്കുന്നവൾ, കൃശഗാത്രി. സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ് എന്താ? കൃശഗാത്രി ആയിരിക്കണം എന്ന്. അപ്പൊ അമ്മ എങ്ങനെയാണ്? വളരെ കൃശരൂപണ. അമ്മയുടെ ഉദരത്തെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ നാമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്താണ്? അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അത് അമ്മയുടെ വയറ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ ഊഹം ചെയ്യേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് സൂക്ഷ്മരൂപിണിയാണ്. അങ്ങനെ താമരനൂല് പോലെ മൃദുലമാണ്, ലോലമാണ്, സൂക്ഷ്മരൂപിണിയാണ് അമ്മ. അതാണ് മഹാശക്തി കുണ്ടലിനി ശക്തി. അപ്പൊ ഏത് രൂപത്തിൽ വസിക്കുന്നു? സർപ്പരൂപത്തില്, മൂലാധാരത്തില് അമ്മ വസിക്കുന്നു. പക്ഷെ അമ്മയെ നമ്മളുടെ ഉള്ളിലുള്ള അമ്മയെ നമ്മൾ ഉണർത്തിയാല് നമുക്ക് അമ്മയുടെ സൗന്ദര്യം, അമ്മയുടെ ആനന്ദം, അമ്മയുടെ സംരക്ഷണം ഇതെല്ലാം ലഭ്യമാകണം. അമ്മ ഒന്നും നിസാരത്തിൽ തരില്ല എന്ന് പറയണു. ആരാണോ കഠിന പ്രയത്നം ചെയ്യുന്നത്, ആത്മാർത്ഥമായി സമർപ്പണ ബുദ്ധിയ ആരാണോ പ്രയത്നിക്കുന്നത്, അവർക്ക് തീർച്ചയായിട്ടും അനുഭവവേദ്യമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നുകൂടി പറയാണ് ആചാര്യന്മാര്, വായിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ഉറങ്ങുന്നു എന്ന് വെച്ചാൽ പരമ തപസ്സിന്റെ, അല്ലെങ്കിൽ ഒരു താമസിക ഭാവത്തിൽ ഇരിക്കുകയാണ്. അതിനെ വന്നി കൊണ്ട്, അറിവിന്റെ അഗ്നി കൊണ്ട്, തപം കൊണ്ട് ഉയർത്തുന്ന ഒരു പ്രക്രിയ. അത് ശ്രേഷ്ഠമാണ്, ഉത്കൃഷ്ടമാണ്, മഹത്താണ്. പിന്നെ പറയാണ് അതിന് കുങ്കുമ നിറമാണ്, മനോഹരമാണ്, പ്രകാശമാനമായതാണ്, പരമാണു സദൃശ്യമാണ്. ഇതൊക്കെ വർണ്ണനയാണ്. ഇത് അനുഭവിക്കുന്നവര് അതിശ്രേഷ്ഠരാണ്. അങ്ങനെയുള്ള ദേവി കുണ്ടലിനി ശക്തി തന്നെ കുമാരിയായിട്ട്, തരുണിയായിട്ട്, സദാശിവ പത്നിയായിട്ട് ഓരോരോ തലങ്ങളില്, ഓരോ ഖണ്ഡങ്ങളില് അധിവസിക്കുന്നു എന്നും മനസ്സിലാക്കാം. അപ്പൊ പരമാണു സദൃശയായിട്ടുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം ബിസതന്തു തനീയസ്യൈ നമ. ഓം ശ്രീ മഹാദേവിയൈ നമ.